7 വർഷക്കാലമായി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇവിടെ വളരെ നല്ല രീതിയിൽ ഖുർആൻ സ്റ്റഡി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണ പരമ്പര തന്നെ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ റഹ്മത്തുള്ള കാസിമി അവറുകളുടെ നേതൃത്വത്തിലുള്ള മഹത്തായ പ്രഭാഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വിജ്ഞാനത്തിൻ്റെ മൊഴിമുത്തുകൾ വാരിക്കൂട്ടാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെ നമുക്ക് അവസരമാണ് കൈവന്നിട്ടുള്ളത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അധർമ്മത്തിൻ്റെയും അസന്മാർഗതയുടെയും പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവസമൂഹത്തിന് നന്മയുടെ സന്ദേശം നൽകിക്കൊണ്ട് ധർമ്മത്തിൻ്റെ പാതയിൽ അടിയുറച്ചു നിർത്തുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശമിടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനി വിജ്ഞാന രംഗത്ത് വളരെ കുറഞ്ഞ അറിവുള്ള ഒരു സമൂഹമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം വേദികളിലൂടെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അത് അനുസരിച്ചുകൊണ്ട് ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിട്ടപ്പെടുത്തുവാനുമൊക്കെ തന്നെ നമുക്ക് സാധിക്കണം. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പുണ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പുണ്യമാസത്തിൽ ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നന്മകൾ പകർത്തുവാനും ഈ മാസത്തിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ ചൈതന്യം ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാനും ഓരോ സഹോദരന്മാരും മുന്നോട്ട് വരണം. അതിലൂടെ മാത്രമേ നമുക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്തായ കലാമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. ഇന്നത്തെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ ഉപ്പയാണ്. ആ നാമധേയത്തിലാണ് നമ്മുടെ നഗർ നിലകൊള്ളുന്നത്. വളരെ സ്നേഹവായ്പോടുകൂടെ കഴിഞ്ഞ വർഷം വേണ്ട സാരോപദേശങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ടവർ ചെയ്തു തന്നു. മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, റഹ്മത്ത് നൽകട്ടെ. അള്ളാഹിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ ആ വലിയ മനുഷ്യൻ്റെയും അതുപോലെ കഴിഞ്ഞ മുഴുവൻ ആളുകളുടെയും ഖബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല ഭാര്യ എന്നാണ് ഉത്തമ ദാമ്പത്യം, നല്ല ഭർത്താവ് എന്നായിരുന്നു ഇന്നലത്തെ വിഷയം. ഇന്ന് ഉത്തമ ദാമ്പത്യം നല്ല ഭാര്യ എന്നാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നല്ല സ്ത്രീ നല്ല ഭാര്യ എന്ന് പറയുമ്പോൾ സത്യത്തിൻ്റെയും സത്യനിഷേധത്തിൻ്റെയും ഈമാനിൻ്റെയും കുഫറിൻ്റെയും രണ്ടിൻ്റെയും ഉദാഹരണങ്ങളായി ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളെയാണ്. സത്യനിഷേധത്തിന് തെളിവായി ഉദാഹരണമായി പറഞ്ഞത് പെണ്ണിനെയാണ്. സത്യത്തിനും വിശ്വാസത്തിനും ഒരു ദർപ്പണമെന്നോണം ഉദാഹരണം പറഞ്ഞതും പെണ്ണിനെയാണ്. ചുരുക്കത്തിൽ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ആണിക്കല്ല് പെണ്ണാണ് എന്ന് മനസ്സിലാവും. أعوذ بالله من الشيطان الرجيم
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم بنت عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. സൂറത്തു തഹ്രീമിലാണ് അല്ലാഹു മനോഹരമായ ഈ വരികൾ പറയുന്നത്. ശ്രദ്ധിക്കുക. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, സത്യനിഷേധികൾക്ക് അല്ലാഹു ഉദാഹരണം ഉണ്ടാക്കിയിരിക്കുന്നു. സത്യനിഷേധികൾക്ക് അല്ലാഹു ഉദാഹരണം പറയുകയാണ്. കുഫറിന് കാഫിറിന് ഉദാഹരണം പറയുകയാണ്. ആരാണ് ഉദാഹരണം? ഇമ്രഅത നൂഹിൻ, ഒന്ന് മഹാനായ നൂഹിന്റെ ഭാര്യയാണ് അലൈഹിസ്സലാം. തെമ്മാടിയായിരുന്നു, സത്യനിഷേധിയായിരുന്നു ആ പെണ്ണ്. എന്നാൽ നന്നാവാനുള്ള എല്ലാ സാഹചര്യവും ആ പെണ്ണിനുണ്ടായിരുന്നു. അല്ല, ആ പെണ്ണ് പോലെ നന്നാവാൻ സാഹചര്യമുള്ള ആളുകൾ ചരിത്രത്തിൽ വിരളമായിരുന്നു. കാരണം 950 കൊല്ലം അള്ളാഹുവിന്റെ സത്യമതത്തിലേക്ക് ആളുകൾ ക്ഷണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവർ സമർപ്പിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല. ആ ഒരു മനുഷ്യന്റെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് തൂഫാൻ വന്നത് എന്ന് സൂറത്തുൽ ഖമറിൽ പറയുന്നുണ്ട്. ഫദഅ റബ്ബഹു അന്നി മഗ്ലൂബുൻ ഫന്തസിർ ഫഫതഹ്നാ അബ്വാബസ് സമായി ബിമാഇൻ മുൻഹമിർ എന്ന് പറയുന്നുണ്ട്. ആ മഹാനായ മനുഷ്യന്റെ ഒരേ ഒരു പ്രാർത്ഥനയാണ് സയ്യിദ്ന നൂഹ് പ്രളയത്തിന്, തൂഫാനിന് കാരണം എന്ന് ഖുർആൻ പറയും. അത്രയും വലിയ സമുന്നതനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ്ന നൂഹ്. ആ നൂഹിന്റെ ഭാര്യക്ക് എത്ര വലിയ സാഹചര്യം ഉണ്ടായിരുന്നു നന്നാകാൻ. എന്നാലും വല്ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ഈ വെളിച്ചത്തിന്റെ മുഴുവനും മധ്യത്തിൽ ജീവിച്ചിട്ടും ഇരുട്ടിന്റെ നിദർശനമായി എന്നതാണ് ആ പെണ്ണിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുപ്രസിദ്ധി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചുരുക്കത്തിൽ നല്ലതിന്റെ നടുവിലൊന്നും നാം നന്നായിക്കൊള്ളണമെന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. നല്ലതിന്റെ നടുവിൽ നന്നായിക്കൊള്ളണമെന്നുമില്ല. ഭർത്താവ് എത്ര ഉന്നതനായതുകൊണ്ടും പെണ്ണ് നന്നായിക്കൊള്ളണം എന്നുമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ഖുലിഖന മിൻ ളിലാഇ ആദമൽ ഐസർ, ആദമിന്റെ ഇടത്തെ വാരിയല്ല് വളഞ്ഞതിൽ നിന്ന് എന്ന് പുണ്യനബി പഠിപ്പിച്ചത് ഇന്നലെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരുണത്തിൽ ആ കാര്യം വളരെ ഗൗരവമായി നാം ചിന്തിക്കണം. പെണ്ണ് വളരെ നാശമായി പോയി. ആ പെണ്ണ് തൂഫാനിൽ പെട്ടുപോയി. മാത്രമല്ല ഒരു മോനെയും തൂഫാനിലേക്ക് ആ പെണ്ണ് കൂടെ കൂട്ടി. കൻആൻ എന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പലവരും പറഞ്ഞിട്ടുള്ളതാണ് നീ നന്നാവണേ എന്ന്. പക്ഷെ നന്നായില്ല. കാരണം ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ടു. നൂഹ് നബിയുടെ ആദ്യത്തെ മകനാണ് കൻആൻ എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. പ്രളയ കൊടുങ്കാറ്റിൽ പർവ്വതാശൃംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. ഒരു കവി പറഞ്ഞത് പ്രളയ കൊടുങ്കാറ്റിൽ പർവ്വതാശൃംഖം തേടി പോയവർക്കിന്നും കാണാം പിന്തുടർച്ചക്കാരേറെ. കൊടുങ്കാറ്റിൽ, തൂഫാനിൽ പർവ്വത ശൃംഖത്തെയും തേടിപ്പോയി കൻആൻ എന്ന ഈ ചെറുപ്പക്കാരൻ.
ആരെ മകനായിരുന്നു സയ്യിദുനാ നൂഹ്? നന്നായില്ല. പിതാവ് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ, മോനെ ഇങ്ങോട്ട് കേറ്, ഈ കപ്പലിലേക്ക് കേറ്, ബിസ്മി ചൊല്ലി, കലിമ ചൊല്ലി, ബിസ്മിയും ചൊല്ലി ഈ കപ്പലിലേക്ക് കേറ് എന്ന് പറഞ്ഞു. എന്നാൽ മകൻ പറഞ്ഞതോ, സആവി ഇലാ ജബലിൻ യഅസുമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് തുഴഞ്ഞു നീന്തും എന്നാണ്. ഒരു പർവ്വതമൊന്നും അപ്പോൾ കനാന്റെ മുന്നിൽ ഇല്ല എന്നാണ് ഇവിടെ വ്യാഖ്യാനം. കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ മാറൂഫാക്കി പറയുമായിരുന്നു പർവ്വതത്തെ. ഇലൽ ജബൽ എന്ന് പറയും, പകരം ഇലാ ജബലിൻ എന്നാ പറയുന്നത്. സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് ഞാൻ തുഴഞ്ഞു നീന്തും എത്തും എന്ന് പറഞ്ഞു. നന്നായില്ല ഈ ചെറുപ്പക്കാരൻ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരാളെ പറഞ്ഞത് നന്നാവില്ല എന്ന് പറഞ്ഞു. നന്നായിട്ടുമില്ല. ഫഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ. ഇനി ഞാൻ വേറെ ഒരു മോനെ പറയാം. 2.5 വയസ്സ്. ഫലമ്മ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. എന്റെ സഹോദരിമാർ ഇവിടെ ഇത് പഠിക്കണം. നിങ്ങൾ നന്നായാൽ അടുത്ത സമുദായം നന്നാവും, അടുത്ത തലമുറ നന്നാവും. നിങ്ങൾ നാശമായാൽ ഉമ്മത്തിന് പ്രതീക്ഷയില്ല, നാട്ടിന് പ്രതീക്ഷയില്ല, സമുദായത്തിന് പ്രതീക്ഷയില്ല, രാജ്യത്തിന് പ്രതീക്ഷയില്ല, ആർക്കുമില്ല. നിങ്ങൾ നന്നാവണം. നിങ്ങൾ ചിന്തിക്കുക, ഒരു കുട്ടി, ആ കുട്ടിക്ക് എത്ര വലിയ ആളൊന്നും ആയിട്ടില്ല, 2.5 വയസ്സ്, അത്രയൊന്നുമില്ല, ചെറിയ കുട്ടി ഓടി നടക്കാനുള്ള ഫലമ്മ ബലഗ മഅഹു السعي, പിതാവിന്റെ കൂടെ ഓടിച്ചാടി നടക്കാനുള്ള സമയമേ ആയിട്ടുള്ളൂ കുട്ടിക്ക്. അപ്പോൾ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, എന്റെ കുഞ്ഞുമോനെ ഞാൻ അറക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയൂ, ആ കുട്ടി അപ്പോൾ ബാപ്പയെന്ന് വിളിച്ചാൽ പിന്നെ ബാപ്പയുടെ അടുത്തേക്ക് വരുമോ? എന്താ മറുപടി? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. 2.5 വയസ്സായ കുട്ടി പറഞ്ഞു. എന്തേ? അത് 10 ഗുണം 10 ഗുണം. അത് ഉമ്മാന്റെ മോനാ. ഇബ്രാഹിമിന് ശേഷം ഫലസ്തീനിലേക്ക് ഒട്ടകമോടിച്ചു പോയി സയ്യിദ്നാ ഇബ്രാഹിം. കുട്ടിയെ വളർത്തിയത് പിന്നെ മഹദിയായ ഹാജറാൻ. ഹാജർ വളർത്തിയ കുട്ടിയാണ്. ഹാജറാരാ? ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. നിങ്ങൾ ചിന്തിക്കുക, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്ക, ഒട്ടകപ്പുറത്തേറ്റി ഹജറിനെയും ഏറ്റി മുല കുടിക്കുന്ന കുഞ്ഞിനെയും കയറ്റിയിട്ട് നേരെ ഫലസ്തീനിൽ നിന്ന് കഅബാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വന്നു സയ്യിദ്നാ ഇബ്രാഹിം. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഇന്നത്തെ കഅബയല്ല, അന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കഅബയാ. ഇല്ല, ഒന്നുമില്ല. പരിസരത്ത് ആൾപ്പാർപ്പില്ല, പരിസരത്തെ പുല്ല് പോലും മുളച്ചിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. എന്ന ഒരു പുല്ല് മുളക്കാത്ത ഭൂമിയാണ്. ഒരു പഹാട്, തനി പഹാട്, കറുകറുത്ത ഭൂമി, പുല്ല് പോലും മുളക്കില്ല, തനി പഹാട്, ഒരു തനി പഹാട്, ഒന്നുമില്ല. ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, പക്ഷികൾ പോലും അവിടെ പറക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? പക്ഷി പറക്കണമെങ്കിൽ വെള്ളസ്പർശം വേണം. ഇല്ല, ഒന്നുമില്ല. കഅബാലയത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഭാര്യയെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇറക്കി. ഇബ്രാഹിം ഇറങ്ങിയില്ല അലൈഹിസ്സലാം. കുട്ടിയെ എടുത്തിട്ട് കയ്യിലെങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു. പിന്നെ തോൽപാത്രവും ഇറക്കി. ഒറ്റത്തിരി. ഒട്ടകത്തെ തിരിച്ചോടി എന്ന് ചോദിച്ചു.
ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാന്റെ ആരോട്? ഹാജർ ഇബ്രാഹിമിനോട്. നിങ്ങൾക്കത് ചിന്തിക്കാൻ തോന്നുന്നില്ലേ? എന്താണ് രംഗം? ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പന ഉണ്ടോന്ന് ചോദിച്ചു. ഇങ്ങനെ പോക്ക്. ജബൽ അബീ ഖുവൈസിന്റെ അടുത്ത് പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോലും സമയം ചെലവഴിച്ചില്ല സയ്യിദുനാ ഇബ്രാഹിം. ഒന്നും ചെയ്തില്ല ഭാര്യ. അവിടെ നിന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചില്ല. കാരണം പ്രാർത്ഥിച്ചാൽ മനസ്സ് പൊട്ടിപ്പോകും, പിന്നെ അവിടെ നിന്ന് പോരാൻ കഴിയില്ല. എന്താണ് ആ രംഗം? നിങ്ങളൊന്ന് ചിന്തിക്കുക. എങ്ങനെയാ തീച്ചൂള പോലെ പ്രാർത്ഥിച്ച്, തീച്ചൂളയിൽ കിടന്ന് നരകിച്ച് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ച് ലഭിച്ചതായി മോനെ. പിന്നെ ഏറ്റവും അതിസുന്ദരിയും നവോഠയുമായ പെണ്ണായിരുന്നു ഹാജർ. രണ്ടിനെയും പുല്ലുമുളക്കാത്ത, മനുഷ്യ സ്പർശമില്ലാത്ത, ജീവഗന്ധമില്ലാത്ത മണ്ണിൽ ഉപേക്ഷിക്കുകയാ സയ്യിദുനാ ഇബ്രാഹിം. പിന്നെ പിരിയാൻ കഴിയില്ല, അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നിട്ട് എന്റെ ഒരു ജബൽ അബീ ഖുവൈസിന്റെ താഴ്വാരത്ത് വന്നു. കറുത്ത ഒരു പൊട്ടുപോലെ ഭാര്യയും കുട്ടിയും തന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിരുന്നു. എന്തോ ഉള്ളതുപോലെ അവരെ ഫേസ് കിട്ടിയിരുന്നില്ല. അത്ര ദൂരത്തേക്ക് മാറി. ഇനി തിരിയാ, ഇനി പോവാ. അപ്പോൾ അവിടെ നിർത്തി ഒട്ടകപ്പുറത്തിന് ഇറങ്ങി. എന്നിട്ട് പറയുന്നതാ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. ചിന്തിക്കണം. ഇങ്ങനെ ഒട്ടകമോടിച്ചു പോയി, പ്രാർത്ഥന കഴിഞ്ഞ് ഒട്ടകമോടിച്ചു പോയി ഇബ്രാഹിം. പിന്നെ ഈ കുട്ടിയെ വളർത്തുന്നത് മഹതിയായ ഹാജറ. قسمت بالبيت الذي طاف حوله رجال بنوه من قريش وجرهم. പിന്നെ ജുർഹും ഗോത്രവും ഖുറൈശും ഒക്കെ അവിടെ വരുന്നുണ്ട്. അടിസ്ഥാനപരമായി അവരൊന്നും അപ്പോൾ ഇല്ല, പിന്നെ വരുന്നുണ്ട്. ആ ഹാജറിന്റെ ഓർമ്മക്കാണ് ഇന്നും സഫാ മർവയിൽ നമ്മൾ സഅയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള, ശ്രദ്ധിക്കൂ, സാബിറത്തായ ഹാജറിന്റെ മകനാണ് ആര്? ഇസ്മായിൽ, സയ്യിദുനാ ഇസ്മായിൽ. ഈ കുട്ടി അത് പറയുമല്ലോ. എന്താ പറഞ്ഞത്? ഉപ്പ ചോദിച്ചു, തന്നെ അറക്കണമെന്ന് കൽപ്പന ഉണ്ട്. ഉപ്പാക്ക് ഇങ്ങനെ, കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഉപ്പ അറുത്തുകൊള്ളൂ. പകരം ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇങ്ങനെ പറയും. എങ്ങനെയാ? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. കൽപ്പനകൾ മുഴുവനും ചെയ്തുകൊള്ളൂ, എന്നോട് ഇനി ചോദിക്കേണ്ടതില്ല. എന്ത് ചെയ്താലും ചെയ്തോളൂ. അല്ലാഹു നിങ്ങളോട് എന്തറിയിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു 2.5 വയസ്സായ കുട്ടി. ആ കുട്ടിയുടെ വാത്സല്യത്തിന് പ്രതീകമായി അബി എന്ന് പറയുന്നിടത്ത് അബതി എന്ന ഖുർആൻ പറഞ്ഞത്. ഉപ്പച്ചി എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ നമ്മൾക്കൊക്കെ, മലബാറിലൊക്കെ ഉണ്ട് അല്ലേ? ഉപ്പ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയും? ഉപ്പച്ചി എന്ന് പറയും. അതുപോലത്തെ ഒരു ശൈലിയാ. അബി എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ പറഞ്ഞത് അബതി. ആ കുട്ടിയുടെ വാത്സല്യം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ 2.5 വയസ്സായ കുട്ടി അർത്തോളു ഉപ്പ, അള്ളാന്റെ കൽപ്പന നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞു. അവിടെയോ പോത്തുപോലെ ഒരു മോൻ. രണ്ടിനും കാരണം ഉമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനം ഉമ്മയാണ്. അവിടെ അടിസ്ഥാനം ഉമ്മയാണ്. ഇത് പെണ്ണുങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. ഭാര്യ ഒരാൾക്ക്, ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാ ഭാര്യ? ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാണ് ഭാര്യ? എന്തിനാ ഭാര്യ? കേവലമുള്ള ലൈംഗിക ആസ്വാദനത്തിനല്ല, ആസ്വാദനത്തിന് അയാൾക്ക് വീണ്ടും വഴി കാണാവുന്നതാണ്. ഇപ്പൊ നോമ്പ്. ചെലവിന് കൊടുക്കാൻ കഴിയുന്നവർ കല്യാണം കഴിക്കും.
അപ്പോൾ ചെലവിന് കൊടുക്കാൻ കഴിയാത്തവർക്കോ അവർക്ക് വികാരല്ലേ, അതിനെന്താ പരിഹാരം? അപ്പോൾ പറഞ്ഞു അല്ലാത്ത കഴിയാത്ത ആളുകൾ നോമ്പ് നോറ്റാൽ മതി. അപ്പോൾ വികാരത്തെ നോമ്പുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നൈമിഷികമായ ഒരു വികാരം മാത്രമല്ല പെണ്ണിന്റെ ലക്ഷ്യം. ഒരു ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അയാൾക്ക് ഭാര്യ? അയാൾക്ക് ഭാര്യ വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടായിട്ടും കാര്യമല്ല, എങ്ങനെയുള്ള മക്കളാവണം? സ്വാലിഹ് സ്വാലിഹ്. വവലാദുൻ 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 സ്വാലിഹുൻ യദ്ഉ ലഹു. സ്വാലിഹായ മക്കൾ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനെന്ത് വേണം? ഉമ്മ എന്നാണ് അടിസ്ഥാനപരമായി പെണ്ണ്. നല്ല ഭാര്യ എന്ന് പറയുന്നത് അവന്റെ തന്നെ ഖബറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ഒരു പുരുഷൻ സ്വീകരിച്ചതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇതാണെന്ന് ബഹുമാനപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങളോ? നിങ്ങൾ ആണിക്കല്ല. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു. അത് നമ്മളെ 105 മാർക്കിന്റെ റബ്ബറിന്റെ കഥ പറയല്ല, 18ാം വട്ട തെങ്ങിന്റെ കഥ പറയുവല്ല. അങ്ങനെ വിചാരിക്കണ്ട. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെങ്ങും റബ്ബറിന്റെയും കാര്യമല്ല പറഞ്ഞത്. വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയും മോശപ്പെട്ട ഭൂമിയാണെങ്കിലോ വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഇതാ ഒരു ചിത്രം. കമ്പവലിയ മൊക്കനയിട്ട പർദ്ദയിട്ട ഒരു പെണ്ണ്. ഇതാ ഓണാഘോഷത്തോടനുബന്ധിച്ച് കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ മാങ്കാവ് മൈതാനത്ത് നടന്ന കമ്പവലി മത്സരത്തിൽ നിന്ന് ആരാ കമ്പവലി നടത്തുന്നത്? പർദ്ദയിട്ട സുന്ദരിയായ പെണ്ണ്. ഇതും ഒരു കുടുംബിനി ആവുമല്ലോ. കമ്പവലി കഴിഞ്ഞിട്ട് ക്ലാസ്സിന് വന്നിട്ടുണ്ടാകാം ഒരു പക്ഷെ. അല്ല, അങ്ങനെ ഉണ്ടാവാം. അല്ല, നിങ്ങൾ ചിന്തിക്കുക. ഇതാണ് ഇന്നത്തെ സാഹചര്യം. ഒരു മുസ്ലിമത്തായ പെണ്ണ് റമളാൻ മാസം, എന്നിട്ട് അവളുടെ മെയ്ക്കരുത്ത് ആണുങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കായ ആണുങ്ങൾ ഒരു മൈതാനത്തെ നോക്കി നിന്നിട്ട് അവൾ കമ്പവലി നടത്തുക റമളാനിൽ. ആരുടെ അനുയായി? സയ്യിദുനാ മുഹമ്മദുൻ. ആരെ മാതൃകയാക്കേണ്ടവൾ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ. ഇവരെ മാതൃകയാക്കേണ്ട മൊക്കനക്കാരിയായ പെണ്ണിന്റെ കഥ പറയുകയാണ് ഞാൻ. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇത് നമുക്ക് വളരെ മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എവിടെയാണ്? സെപ്റ്റംബർ 12-ാം തീയതി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ? വ്യാഴാഴ്ച കമ്പവലി, വെള്ളിയാഴ്ച ഫോട്ടോ. എങ്ങനെയുണ്ട്? ചിന്തിക്കുക നിങ്ങൾ. എവിടെ സമുദായമേ പ്രതീക്ഷ ഉള്ളത്? എവിടെ? പെണ്ണിന് മത്സരിക്കാം. ആരോട്? പെണ്ണിന് മത്സരിക്കാം. എന്നാ പെണ്ണിന് മത്സരം വേണ്ടേ? പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിപ്പിക്കുകയും വേണം. ഞാൻ ചാട്ടത്തിൽ പുണ്യനബിയോട് മത്സരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. ആദ്യകാലത്തൊക്കെ ഞാൻ തന്നെയാ ജയിച്ചിരുന്നത്. കാരണം ഞാൻ നല്ല മെലിഞ്ഞ പെണ്ണായിരുന്നു. ചാടിയിട്ട് ഞാനാണ് വലിയ ലോങ് ജമ്പ് മത്സരം. ആരും കാലുളുക്കിയ ബീജിംഗിൽ നിന്ന് നാണം കെട്ട് ഇന്ത്യയുടെ പൈസയും മുടക്കി പോന്ന കഥ പറയുകയല്ല ഞാൻ.
ഇത് ഇവിടുത്തെ കഥ പറയാ, ഇത് മദീനയിലെ കഥ പറയുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ തന്റെ ഭാര്യയായ ആയിഷ ബീവി പറയുന്നു, ഞാൻ ചാട്ട മത്സരം നടത്താറുണ്ടായിരുന്നു. ആദ്യകാലത്ത് ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എന്നാൽ ഫലമ്മ അഖദതുൽ ലഹ്മ, ഞാൻ ഇറച്ചി കുറച്ച് കൂടിപ്പോയി. പിന്നെ റസൂലുള്ളാഹി ജയിക്കാൻ തുടങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമൊക്കെ റസൂലുള്ളാഹി ചിലപ്പോ എന്ത് ചെയ്യും, ഫുതൂർ കാണിക്കും. റസൂലുള്ളാഹി ഒരു തളർച്ച കാണിക്കും. തളർച്ചയുണ്ടായിട്ടല്ല, തളർച്ച കാണിക്കും. മുഹമ്മദുൻ സല്ലല്ലാഹു, എന്തിന്? ഭാര്യ കൊണ്ട് ജയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഹമ്മദ് നബി ആരാ? ഉമയ്യത്ത് ബിൻ ഒറ്റ ഇടി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ കിടന്ന് കാട്ടിച്ചു എന്നാണ് ചരിത്രം. ബദറിൽ വന്നപ്പോൾ അവിടെ കിടന്ന് കാട്ടിച്ചു, ഒറ്റ അടിയ. ബദറിൽ വന്നപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നു, പറഞ്ഞു, നദർതു, ഞാൻ വിഗ്രഹങ്ങളെ മുഴുവൻ മുന്നിൽ നേർച്ചയാക്കി പോന്നതാ. മുഹമ്മദിനോടല്ലാതെ യുദ്ധം ചെയ്യൂല എന്ന് ഞാൻ നേർച്ചയാക്കി പോന്നതാ. പലരും പറഞ്ഞു മുഹമ്മദ് നബി യുദ്ധത്തിൽ ഇറങ്ങില്ല, ഞങ്ങളെമ്പാടും ആളുണ്ട്, ആളില്ലെങ്കിൽ പോരെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, എനിക്ക് മുഹമ്മദ് നബിയെ വേണമെന്ന് പറഞ്ഞു ഉമയ്യത്ത് ബിൻ ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. വിഷയം പുണ്യനബിയുടെ ചെവിയിലെത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ഉമയ്യയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. പീഠത്തിലിരിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമയ്യ കയറി വന്നു. അപ്പോൾ ചോദിച്ചു, ഉമയ്യ ബിൽ യദി അംബിസ്ലാഹ്, എങ്ങനെയാ നീ യുദ്ധം ഉദ്ദേശിക്കുന്നത്, കൈകൊണ്ടോ ആയുധം കൊണ്ടോ? അപ്പോൾ പറഞ്ഞു, അക്ഫീക ബിയദി, എനിക്ക് എന്റെ കൈ മതി എന്ന് പറഞ്ഞു ഉമയ്യ ലഅനത്തുല്ലാഹി അലൈഹി. ഫഖാമൻ നബിയു, ഹബീബായ റസൂലുള്ളാഹി എണീറ്റു. തുടങ്ങി മൽപിടുത്തം തുടങ്ങി. മുഷ്ടി ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചു. ഫതഅനഹു ബൈന കത്ഫൈഹി, ഈ രണ്ട് ചുമലിനിടയിൽ കൊടുത്തൊരടി. അവിടെ അങ്ങോട്ട് ബാക്ക് സീറ്റ് കുത്തി വീഴുകയും പിന്നെ ചെയ്യാവുന്നതൊക്കെ അങ്ങോട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ആളുകൾ വന്ന് ചുമന്നു കൊണ്ടുപോയി. അതിൽ പനി പിടിച്ചു. യാത്രക്കടയിൽ ബദറിൽ നിന്ന് മക്കയ്ക്കുള്ള യാത്രക്കടയിൽ ഉമയ്യ ചത്തു എന്നാണ് പ്രധാന അഭിപ്രായം. ലഅനത്തുല്ലാഹി അലൈഹി. അത്ര വലിയ ശക്തനാ മുഹമ്മദ് നബി. എന്നിട്ടും എന്റെയും ഭാര്യക്ക് തളർന്നു കൊടുക്കും. എന്തിന്? അവളെ മത്സരിപ്പിക്കാൻ. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. പെണ്ണിന് മത്സരിക്കാം, ഭർത്താവിനോട് മത്സരിക്കാം. ആ പെണ്ണിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കുകയുള്ളൂ. ഏറ്റവും മഹാനായ സസ്യമല്ലേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും മഹാനാണ് സയ്യിദുനാ ഇസ്ഹാഖ്. ആരാ ഇസ്ഹാഖിന്റെ ഉമ്മ? സാറയാണ് റളിയല്ലാഹു അൻഹ. ഫബശർനാഹാ ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ് ഖാലത് യാ വൈലതാ അലിദു അനാ അജൂസ് വഹാദാ ബഅലി ശൈഖ ഇന്ന ഹാദാ ലശൈഉൻ അജീബ് ഖാലു വതഅജബീന മിൻ അംരില്ലാഹ് റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. സാറാ ബീവിയോട് സംസാരിച്ചു സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫബശർനാഹാ എന്ന അവരാണ് ആര്? ഇസ്രായേലികളുടെ ഉമ്മ. കാരണം ഇസ്രായേലികൾ യാക്കൂബ് നബിയുടെ മക്കളാണ്. യാക്കൂബ് നബിയുടെ ബാപ്പയാണ് ഇസ്ഹാഖ്. ഇസ്ഹാഖിന്റെ ഉമ്മയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ് ആര്? മഹദിയായ സാറാ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഉമ്മയുടെ പ്രാധാന്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മയിൽ നിന്നാണ് ഒരു തലമുറയുണ്ടാവുന്നത്. ഉമ്മ നന്നായാലേ സമുദായം നന്നാവുകയും. നിങ്ങൾ കേൾക്കണോ? നിങ്ങൾക്കറിയാമല്ലോ മഹാനായ സയ്യിദുനാ ഈസാ, ഏറ്റവും പ്രധാനിയല്ലേ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഇദാ റആഹു അദുല്ലാഹ്,
യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആ മനുഷ്യനെ കണ്ടാൽ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവായ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ ഉരുകുമെന്ന് ഹബീബായ നബി. ആരമോന വമറിയമ ബിനത ഇമ്രാൻ അല്ലതി അസ്വനത് ഫർജഹ വനഫഖനാ ഫീഹി മിർ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. തഹ്രീമിൽ പറയുന്നുണ്ട്. ആരമോന? മറിയം ബീവിയുടെ മോന. ആരാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലനുകല്ലിമൽ യൗമ ഇൻസിയാ. കുട്ടിയെ ലഭിച്ചപ്പോൾ കുട്ടിയെ നൽകിയത് സയ്യിദുനാ ജിബ്രീൽ വഴി അലൈഹിസ്സലാം. അമ്പിയാക്കൾക്ക് വഹി വരുന്നത് പോലെ അതുവഴിയാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ ലഭിച്ചു. പിന്നെ ഉപാധിയും ഉപായവും പറഞ്ഞു കൊടുത്തു. ചിന്തിക്കും. ആരാണ്? വലിയ സ്വാബിറത്തായിരുന്നു മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ. വലിയ സ്വാബിറത്തായിരുന്നു. മാത്രമല്ല വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി വകാനത് മിനൽ ഖാനിതീൻ. കുഞ്ഞുകാലത്ത് തന്നെ കറാമത്ത് കാണിച്ച വനിതയാണ്, കുട്ടിയാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഫലമ്മാ കുല്ലമാ ദഖല അലൈഹാ സക്കറിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചു. അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ കുട്ടിനെ നന്നാവാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ ഉമ്മ ആരാ? ഹന്നത്ത് ബീവിയാ റളിയല്ലാഹു അൻഹാ. കുട്ടിക്ക് മറിയം എന്ന് പേര് വെച്ചു എന്നാണ്. എന്താ മറിയം? മറിയം എന്നാൽ അർത്ഥം തന്നെ അൽ ആബിദ, ആരാധിക്കാൻ താല്പര്യമുള്ള പെണ്ണ് എന്ന. ആരാധിക്കുന്നവൾ. മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്താ പേര്? അൽ ആബിദ മറിയം. സുരിയാനി ഭാഷയിൽ മറിയം എന്ന് പറഞ്ഞാൽ മറിയം അറബിയല്ല, സുരിയാനിയാണ്. അതിന്റെ വകഭേദമാണ് മേരി. മനസ്സിലായില്ലേ? വേറൊരു വകഭേദമാണ് മാരിയ, മാരിയത്തുൽ ഖുബ്തിയ. അറിയില്ലേ നിങ്ങൾക്ക്? മുഖൗഖിസ് രാജാവ് ഹബീബായ റസൂലുള്ളാഹിക്ക് 2 പെണ്ണുങ്ങളെ അയച്ചു കൊടുത്തു സമ്മാനമായി. അടിമ പെണ്ണുങ്ങളിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി ഭാര്യയുടെ സ്ഥാനത്താക്കി. അതിലുണ്ടായ കുട്ടിയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ പെണ്ണിന്റെ പേര് സീരിൻ എന്നായിരുന്നു. ആ പെണ്ണിനെ ഹസ്സാൻ ബിൻ സാബിത്ത് നൽകി വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ. മാരിയ എന്നാണ് എന്ന് പാട്ടുപാടിയ ഹസ്സാൻ നൽകി ഒരു പെണ്ണിനെ. മാരിയ, മേരിയാണ് മാരിയ. ആ പെണ്ണിനെ സ്വന്തം ഭാര്യയെ പോലെ ഹബീബ റസൂലുള്ളാഹി ഭാര്യ പദവി നൽകി. ഭാര്യയുടെ അത്ര പദവി നൽകി, അലങ്കരിച്ചു. എന്നല്ല, ഭാര്യയേക്കാൾ പദവി നൽകി. മുസ്തഫായ നബിക്ക് ഖദീജ ബീവി കഴിഞ്ഞാൽ ആകെ പിന്നെ കുട്ടിയുണ്ടായത് മാരിയയിൽ നിന്നാണ്. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മറ്റു ഭാര്യയേക്കാൾ ഒരു നിലക്ക് പദവിയുണ്ട്. ആർക്ക്? മാരിയ 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 മാരിയത്തുൽ ഖുബ്തിയ റളിയല്ലാഹു അൻഹാ. വളരെ നമ്മൾ ചിന്തിക്കണം. മറിയം അൽ ആബിദ, ആരാധിക്കുന്ന പെണ്ണ്. പഴയ കാലത്ത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅത്ഹാ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വളഅത് വലൈസ ദക്കറു കൽ ഉൻസാ വഇന്നി സമ്മൈതുഹാ മറിയമ വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ബാപ്പ മരിച്ചു പോയിരുന്നു ഇമ്രാൻ. പിന്നെ കുട്ടി പൂർണ്ണമായും ആരെ ചുമതലയിലായി?
ഹന്നത്ത് ബീവിയുടെ. ഹന്നത്താണ് അതുകൊണ്ട് പേര് വെച്ചത്. സത്യത്തിൽ കുട്ടിക്ക് പേര് വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പറ, ആർക്കാണ്? ബാപ്പാക്കാണ്. എന്നാൽ ഇവിടെ ഉമ്മ പേര്, ഉപ്പയുടെ ഭാഗത്ത് ആരുമില്ല. അപ്പോൾ പിന്നെ ആ കാര്യം ആരേറ്റെടുത്തു? ഉമ്മ. എന്താ പേര് വെച്ചത്? അൽ ആബിദ എന്നർത്ഥമുള്ള മറിയം. ഇതും നമ്മൾ ശ്രദ്ധിക്കണേ. ഇന്ന് ആ രീതിയും നമ്മളെ നാട്ടിൽ നിന്ന് അസ്തമിച്ചു. ഇപ്പോൾ ലേശം മടങ്ങി വരുന്നതായി കാണുന്നുണ്ട്. പറ്റേ പോയി. വീണ്ടും വളരെ ചിന്തിക്കണം. കുട്ടികൾക്ക് പേര് വെക്കുന്നതിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. എന്തിന്? അഖീഖത്ത് അറുക്കുന്നതിൽ സ്വാധീനം ഉണ്ടെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അഖീഖത്ത് അറുക്കുന്ന ഇറച്ചി വേവിച്ച് കൊടുക്കുമ്പോൾ ആ ഇറച്ചിയിൽ കുറച്ച് കാരക്ക ഇടണം, മധുരക്കാരക്ക. എന്തിന്? അത് കുട്ടിയുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും. കുട്ടിയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിലൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടല്ലോ. വളരെ ചിന്തിക്കണം. പേര് സ്വാധീനം ഉണ്ടാവുമല്ലോ. നോക്കൂ നിങ്ങൾ, നഫീസ എന്ന പേരുള്ള ഒരുപാട് പെണ്ണുങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ, 40 വയസ്സിന് താഴെയുള്ളവർ, 40 വയസ്സിന് താഴെയുള്ള ആണുങ്ങൾ, എന്റെ മോൾക്ക് ഞാൻ നഫീസാന്ന് പേരിട്ടിട്ടുണ്ട് എന്ന് പറയാവുന്നവർ ഒന്ന് കൈപൊക്കി. 40 വയസ്സ്. 1 2. എത്ര വയസ്സായി കുട്ടിക്ക്? എത്ര? 2. 5 വയസ്സായി. നല്ലത്. എത്ര? 8 വയസ്സ്. മാഷാ അല്ലാഹ്. പിന്നെ 2 ആളുണ്ട്. 3. അന്നു ബേഗോണത്തിനോടും ചേട്ടാമിൻ പകരത്തെ അഹദവൻലി ഖാനവർക്ക് നൽകിയിടത്തന്നുത്തേ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യിപ്പിച്ചിരുന്ന പെണ്ണായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. നല്ലവരുടെ അപദാനങ്ങൾ നമ്മളെ വീടുകളിൽ പറഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. നല്ലത് ചൊല്ലുവാൻ സനത്തിനാല് 100 ചാദർ 10 ജബദാനിൽ പക്കായ മക്ക ദിക്കതിൽ ഊദിത്ത് പൊന്നി വർമ്മൗ ഹിജ്റ 200 ആട്ട് പുരിദാറമലാനിലുള്ളൊരു നാളിൽ തിട്ട്. നഫീസത്തുൽ മിസ്രിയയാൻ റളിയല്ലാഹു അൻഹ. ചൊല്ലുവാൻ സനത്തിനാൽ 100 ചദർ 10, 100 ചദർ 10 40. ജബ ജ 3 ബ 2 5 145. ജബദാനിൽ ജ 3 ബ 2 3 2 5 145. ഹിജ്റ 145 മക്കയിൽ ജനിച്ചു ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ബഹുമാനം ഹിജ്റ 145 മക്കയിൽ ജനിച്ചു. മരിച്ചതോ വഫാത്തായതോ പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട് പുരിദാറമലാനിലുള്ളൊരു ജുമുഅനാളിൽ തിട്ട്. പൊന്നിവർ മൗത്ത് ഹിജ്റ 200 ആട്ട്. 208 മരിച്ചു. 145 ജനിച്ച് 208 മരിച്ചു. എത്ര വയസ്സുണ്ടാവും? എത്ര ഉണ്ടാവും? 63. ഹബീബിന്റെ വയസ്സ് 63. സിദ്ദീഖുൽ അക്ബറിന്റെ വയസ്സ് 63. നഫീസത്തുൽ മിസ്രിയുടെ വയസ്സ് 63. ഇതിൽ പഠിക്കാല്ലേ? ചിന്തിക്ക്. ഇതിലൊക്കെ വലിയ പാടുണ്ട്. അതുകൊണ്ടാണ് നഫീസ അമൂല്യ. എന്താ അർത്ഥം? അമൂല്യ. നഫീസ അമൂല്യ. നഫീസ അമൂല്യ. അമൂല്യ. വില കണക്കാക്കാൻ കഴിയുകയില്ല. വില കണക്കാക്കാൻ കഴിയാത്ത പെണ്ണ് എന്നായിരുന്നു അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. അത് സ്ത്രീകളുടെ സ്വഭാവത്തെ പോലും ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിരുന്നു. കുടുംബത്തിൽ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പറയുന്നില്ല, ചുരുക്കത്തിൽ ചിന്തിക്കണം. അങ്ങനെയുള്ള നല്ല രീതികൾ നാട് നീങ്ങിയത് നമ്മുടെ കുടുംബത്തെ ദുഷിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് ഗൗരവപൂർവേണ നാം ചിന്തിക്കേണ്ടതാണ്. നന്മയിലേക്ക് നാം മടങ്ങി വരണം. ചുരുക്കത്തിൽ ചിന്തിക്കുക. പെണ്ണിന്റെ പ്രാധാന്യം ഇവിടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
പെണ്ണ് നന്നായാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ, സമുദായം നന്നാവുകയുള്ളൂ. നാളത്തെ സമൂഹത്തിന് പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അത്രയും വലിയ കരുത്തനാ സയ്യിദുനാ ഈസ. കാരണം ആരുടെ മോനാ? മറിയം ബീവി റളിയല്ലാഹു അൻഹാ. വലിയ പ്രാധാന്യമുണ്ട്, അവിടെയെല്ലാം പ്രാധാന്യമുണ്ട്. ഉമ്മ നന്നായാൽ മക്കൾ നന്നാവും. അത് ലോകത്തിന്റെ ഒരു രീതിയാണ്. അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകട്ടെ, സാലിഹായ മക്കളെ നൽകട്ടെ. ശ്രദ്ധിക്കുക, സ്ത്രീകളെ കാര്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഒരു പെണ്ണ്. നല്ല ഭാര്യയാകണം. വിവാഹം പെണ്ണിന്റെ ഭാഗത്തെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം പെണ്ണിന്റെ കുടുംബം. പെൺകുട്ടി നന്നായാൽ മാത്രം പോരാ, വിവാഹം ചെയ്തു കൊടുക്കുന്ന ആളെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. പാഠം നമ്പർ 1. ഇന്നലെ ഞാൻ ആണിനോട് പറഞ്ഞിരുന്നു, ഇന്ന് പെണ്ണിന്റെ പാർട്ടിയോട് പറയാം. ചിന്തിക്കുക. മുത്തഖയായ മനുഷ്യനല്ലാതെ നീ വിവാഹം ചെയ്തു കൊടുക്കരുത്. അല്ലാത്തവർക്ക് പെണ്ണ് വേണ്ടേ? അവൻ മുത്തഖയായി വരട്ടെ. അല്ല, മുത്തഖയായിട്ടില്ലെങ്കിൽ പിന്നെ അവന് പെണ്ണ് വേണ്ടേ? മുസ്ലിയാരെ മുത്തഖയാവട്ടെ, മുത്തഖയാവണമല്ലോ. മുത്തഖയാവാത്തവന് ലാഭം, മുത്തഖയാവാത്തവന് ലാഭം നരകം. എത്ര സ്ഥലത്ത്, ആയിരക്കണക്കായ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ട് എന്തിനാ പഠിക്കേണ്ട ആവശ്യം? എല്ലാ ഖുർആൻ അടക്കം മുത്തഖിക്കാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആരാ മുത്തഖി? പരലോകത്ത് വിഷമകരമാവാൻ സാധ്യതയുള്ള ഏതു കാര്യത്തെയും ഈ ലോകത്ത് സൂക്ഷിച്ച് ജീവിക്കുന്നവന് മുത്തഖി എന്ന് പറയുന്നു. എത്ര തവണ ഞാൻ പറഞ്ഞതാ? എന്താ എങ്ങനെ പരലോകത്ത്? ഇതാണ് അതിന്റെ ഒരു അർത്ഥം പറയാനുള്ളത്. ഇതാണ് ഇതിന്റെ അർത്ഥം. പരലോകത്ത് വിഷമമാകാൻ സാധ്യതയുള്ള ഏത് കാര്യത്തെയും ഈ ലോകത്തെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മുത്തഖി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ നേരത്തെ പഠിച്ചവൻ മാത്രമേ, അപ്പോൾ ചെലവിന് കൊടുക്കാൻ മാത്രം യോഗ്യനാണ് നോക്കിയാലും പോരാ. ആരാണോ നോക്കണം? മുത്തഖിയാണ് നോക്കണം. ലാ തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖിൻ. മുത്തഖിക്കല്ലാതെ നീ എന്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കരുത്. ശ്രദ്ധിക്കുക. ഇന്നഹബ്ബഹാ അക്രമഹാ. അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മാനിക്കും. വൈൻ കരിഹഹാ. ഇനി ആ പെണ്ണിനെ അവന് മുത്തഖിക്കല്ലാതെ വിവാഹം ചെയ്തു കൊടുക്കരുത്. മുത്തഖിയാവുന്നതോടുകൂടെ ഈ പെണ്ണിനോട് താല്പര്യമായാൽ, സ്നേഹമായാൽ, അക്രമഹ, പെണ്ണിനെ മാനിക്കും. വൈൻ കരിഹഹ. ഇനി പെണ്ണിനോട് അവന് വെറുപ്പായാലോ, എന്നാലും ഇല്ലം യളിമുഹ, ദുൽമ് ചെയ്യുകയില്ല. കാരണം ഇവനാരാ? മുത്തഖിയ. അതന്നെ. സ്നേഹിച്ചാൽ ആദരിക്കും. എന്നാൽ ദേഷ്യത്തിലാണെങ്കിൽ, വെറുപ്പിലാണെങ്കിൽ പോലും എന്തുണ്ടാവില്ല? അമാന്യതയും അക്രമവും ചെയ്യില്ല. കാരണം ഇവൻ ആരാ? മുത്തഖി. അവന് പഠിച്ചവന് പേടിയുണ്ട്. വളരെ ചിന്തിക്കണം. പൈസ അല്ല നോക്കേണ്ടത്, പണമല്ല നോക്കേണ്ടത്. റോട്ടി കപ്പട ഓർമ്മക്കാൻ, അത് മാത്രം. അതൊക്കെ ബെസ്റ്റേണികളുടെ പാട്ടാ. മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. അതൊക്കെ ലാവാറീസ് പാട്ടിയ പാട്ടാ. ലാവാറീസ് നിരുത്തരവാദികളല്ലാത്ത ഉറുദുവാലകളുടെ ഭാഷ പറഞ്ഞാൽ തന്തല്ലാത്തവർ എന്ന് പറയാ. അങ്ങനെയുള്ളവർ പാടിയ പാട്ടിന്റെ ബാക്കിയ. നമ്മളെ പ്രശ്നം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം അല്ലാഹു ദാനമായി നൽകിയിരിക്കുന്നു നമുക്ക്. സയ്യിദുനാ ഇബ്രാഹിം മരണക്കിടക്കയിൽ പോലും പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മിസ്രിലെ അധികാരിയായി സയ്യിദുനാ യൂസുഫ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. ഇതാണ് സയ്യിദുനാ യൂസുഫ്. അല്ലാഹുവേ, ഈ രാജാധികാരമൊന്നും എനിക്ക് വിഷയമല്ല. എന്റെ വിഷയം എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ്.
അള്ളാഹു അങ്ങനെ മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കഅബാലയം പുതുക്കി പണിതപ്പോൾ എന്താ ഇബ്രാഹിം പ്രാർത്ഥിച്ചത് അലൈഹിസ്സലാം? ഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم. الله توفيق ചെയ്യട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇവിടെ ഒന്നും വിഷയമല്ല. നമ്മളെ വിഷയം ഇവിടെ നല്ലവനായി ജീവിച്ച് നല്ലവനായി മരിച്ചിട്ട് നല്ലവരെ ലാഭം കിട്ടലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനൊരു കുടുംബ ജീവിതം. അതുകൊണ്ട് പെൺകുട്ടികളെ ഒരിക്കലും മുത്തഖയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പഴയ കാലത്ത് പരിശോധിച്ചിരുന്നു. കള്ളു കുടിക്കോ, സിനിമക്ക് പോവോ, അങ്ങനെ ചോദിച്ചിരുന്നു. ഇന്ന് അതാരും പറയണ്ട. കാരണം സിനിമക്ക് ഇന്ന് പോവൂല. ഇന്ന് അങ്ങനെ ചോദിച്ചാൽ കറക്റ്റ് മറുപടി കിട്ടും. ഇന്ന് സിനിമക്ക് പോവില്ല. ഇന്ന് സിനിമക്ക് വരിക വീട്ടിലാ. എന്തൊരു ലോകം നിങ്ങൾ ചിന്തിക്ക്. പഴയ കാലത്ത് ചോദിച്ചിരുന്നു. എന്റെ എനിക്കോർമ്മയുണ്ട് മൂത്തേടത്തൊരു കല്യാണം മുടങ്ങിയത്. എങ്ങനെയെന്നറിയോ? നിശ്ചയിച്ചു വെച്ച കല്യാണത്തിന് ഈ പുതിയാപ്പിളയുടെ ഒരു ശത്രു പോയിട്ട് പെൺവീട്ടിൽ പോയി പറഞ്ഞു, ആ പുതിയാപ്പിള ഇടക്കിടക്ക് സിനിമക്ക് പോകും. അപ്പോൾ ഈ പെണ്ണിന്റെ വല്യപ്പ ഉണ്ടായിരുന്നു, വയസ്സൻ. അയാൾ പറഞ്ഞു, അങ്ങനത്തെ ഒരാൾ ഇന്ന് വരെ നമ്മളെ തറവാട് കയറിയിട്ടില്ല, അത് നമുക്ക് വേണ്ട. കൊല്ലം 15 കഴിഞ്ഞിട്ടുള്ളൂ. എന്തുണ്ടായി മാറ്റം? ഇന്നതൊരു വിഷയം തന്നെയല്ല. എന്ന സത്യത്തിൽ തെറ്റ് മനുഷ്യന് തെറ്റല്ല. ഇനി ഇവിടെ ഈ പാഠപുസ്തകം കൂടെ പ്രാവർത്തികമായാൽ മതവും പ്രശ്നമല്ല. അങ്ങനത്തെ ഒരു ജനത ഇവിടെ വരാൻ പോവുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേ മതിയാകൂ. വളരെ താഴ്മയോടെ പറയാണ്, മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. വളരെ നമ്മൾ ചിന്തിക്കണം, വിശ്വാസികൾ ചിന്തിക്കണം. നമുക്ക് ഈ ലോകത്തെ ജീവിതം പോരാ. അതുകൊണ്ട് വിഷയത്തിലേക്ക് മടങ്ങാം. പെണ്ണിനെ സ്വാലിഹായ മനുഷ്യന് കല്യാണം കഴിച്ചു കൊടുക്കണം. മാത്രമല്ല മൻ സവ്വജ കരീമതഹു മിൻ ഫാസിഖിൻ ഫഖദ് ഖതഅ റഹിമഹാ. കേട്ടോളൂ. ഒരാൾ തന്റെ പെങ്ങളെ ഒരു തെമ്മാടിക്ക് വിവാഹം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയാൽ ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ, ആ കുടുംബ ബന്ധം അവൻ മുറിച്ചു. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? പെങ്ങളെ മോശപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യാൻ ഒരു സഹോദരൻ കൂട്ടുനിന്നാൽ ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ, ആ ഗർഭപാത്രത്തിന്റെ ബന്ധം മുറിച്ചു. തമ്മാടിക്ക് വിവാഹം ചെയ്യാൻ സാഹചര്യം ഒരുക്കിയാൽ അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക എന്ന്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കുക. പുരുഷനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് കാര്യമായി അന്വേഷിക്കുക. അവൻ ദീനാണോ, അവന്റെ ദീനുണ്ടോ എന്ന് അന്വേഷിക്കുക. പിന്നെയോ സ്ത്രീകൾ ചെയ്യേണ്ട രണ്ടാമത്തെ, സ്ത്രീ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു കാര്യം, മഹറിനെ പരമാവധി ചുരുക്കി കൊടുക്കുക. മഹർ ചുരുക്കുന്ന പെണ്ണുങ്ങൾ ഏറ്റവും ബറക്കത്തുള്ള പെണ്ണുങ്ങളാകുമെന്ന് ഹബീബായ നബി. ഖൈറുൻ നിസായി അഹ്സനുഹാ വുജൂഹാ അഹ്സനുഹുന്ന വുജൂഹൻ വഅർഖസുഹുന്ന മുഹൂറാ. ഏറ്റവും നല്ല പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് മുഖലാവണ്യമുള്ളവരും ഏറ്റവും കുറഞ്ഞ മഹറിനെ വിവാഹത്തിന് തയ്യാറാവുന്നവരുമാണ്. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് മഹർ ഒരാൾക്ക് വലിയൊരു വിഷയമാകാൻ ചാൻസ് ഇല്ല. അതും വേണല്ലോ പറയാ. കാരണം മഹറൊക്കെ കണ്ട് കടം വാങ്ങുക. മഹർ പരമാവധി കൂട്ടിക്കൊടുക്കാൻ പുതിയാപ്പിളയുടെ വിഭാഗം താല്പര്യപ്പെടും. കാരണം അവിടെയാ പ്രശ്നം. മഹറിനനുസരിച്ചാണ്. 10 പവൻ മഹർ കൊടുത്താൽ നിനക്ക് വല്ലാട്ടല്ല. 10 പവൻ മഹർ കൊടുത്തതെന്ന് പറഞ്ഞാൽ അതൊരു കറാമത്തല്ല. ആ സാധുവിനെ ബുദ്ധിമുട്ടിക്കുന്നത്. 1ന് 10 എന്നൊരു എവിടുന്ന് നമുക്കിത് കിട്ടിയതെന്നറിയില്ല. റമദാൻ മാസത്തിന്റെ ഒരു കൂലി പോലെ
എവിടുന്നാ നമുക്കിത് കിട്ടിയതെന്ന് മനസ്സിലായില്ല. ഏതായാലും 10 പവൻ മഹർ കൊടുത്താൽ 100 പവൻ പെണ്ണിന് കൊടുക്കണമെന്നാണ് അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മാമൂല് അള്ളാഹു അംഗീകരിക്കുന്നതല്ല ഒന്നുമില്ല. 10 കൊല്ലം ആടിനെ മേച്ച് കൊടുത്തു സയ്യിദ്നാ മൂസ. 10 കൊല്ലം ആടിനെ മേച്ച് കൊടുത്തു. എന്തിന്? ഭാര്യ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. 8 കൊല്ലം മേച്ചാൽ മതി. ഇന്നെ തൃപ്തിപ്പെടുത്താൻ 2 കൊല്ലം കൂടി കൂട്ടിയാൽ ഫമിൻ ഇന്ദിക്ക, നിന്റെ വാക്കുന്ന സംഭാവനയായി ഞാൻ സ്വീകരിക്കും. എന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള മഹറാണ് എന്ത്? 8 കൊല്ലം ആട് മേക്കുക. ആരാട് മേച്ചു? ഈ ഭൂമിയിൽ നടന്ന 3ാമത്തെ മഹാൻ സയ്യിദ്നാ മൂസ. എന്താ 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 ഞാൻ പറഞ്ഞത്? ഈ ഭൂമി കണ്ട 3ാമത്തെ മഹാൻ സയ്യിദ്നാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. സ്ത്രീധനം വാങ്ങിയിട്ടില്ല. പിന്നെന്ത് ചെയ്തു? വിവാഹത്തിന് മഹറായി നൽകിയത് 8 കൊല്ലത്തെ തന്റെ ആയുസ് നൽകി. മഹറ കൊടുത്ത് തീർത്താൽ പിന്നെ ഭാര്യയെ കൂട്ടി ഞാൻ പോകും, അപ്പോൾ തടയരുത് എന്ന് പറഞ്ഞിരുന്നു ഷുഐബ് നബിയോട്. ഇല്ല, തടയൂല എന്ന് പറഞ്ഞിരുന്നു. 8 കൊല്ലം ഭാര്യ വീട്ടിൽ. 8 കൊല്ലമല്ല, ഇനി 2 കൊല്ലം കൂട്ടിയാൽ പമിന ഇന്ദിക്ക, അമോചാക്കയായി ഞാൻ സംഭാവനയായി സ്വീകരിക്കുന്നു. അപ്പോൾ 10 കൊല്ലം ആടിനെ മേച്ചു. സഫൂറ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് 10 കൊല്ലത്തെ ആയുസ് ചെലവാക്കി. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ്നാ മൂസ. ഇത്ര വലിയ ആണായിട്ട് ഭാര്യയുടെ സ്ത്രീധനത്തിൽ നിന്ന് അവൾക്ക് മഹർ കൊടുക്കേണ്ട ഒരു ഘട്ടം പുരുഷന്മാർക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ചീപ്പാണ്. പുറത്ത് പറയാൻ പാടില്ല, വളരെ ചീപ്പാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതൊക്കെ വളരെ നല്ലതാണ്. നല്ലോണം ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അതൊക്കെ ഇന്ന് അതിര് കവിഞ്ഞ രീതിയിലേക്ക്, അതതിന്റെ പരിധിയിലും രീതിയിലും ആളുകളെ ബുദ്ധിമുട്ടാക്കാതെയും പരസ്പരം ഒരു സംഭാവന സ്വീകരിക്കുകയാണെങ്കിൽ അത് വിരോധിക്കപ്പെടുന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് സംഭാവന എന്ന തലത്തിലല്ല, പകരം അതൊരു ഷർത്തായി പോലും പറയുന്ന സാഹചര്യം നമ്മുടെ നിക്കാഹികളിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നത് വളരെ ഗൗരവമായി നാം പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കേട്ടോളൂ 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 ഹദീസ് കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബറകത്തിൽ മർഅതി സുർഅതു തസ്വീജിഹാ വസുർഅതു റഹ്മിഹാ വയുസ്റു മഹരിഹാ. 3 കാര്യം ഒരു പെണ്ണിന്റെ ബറക്കത്താണ്. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. മിൻ ബറകത്തിൽ മർഅ, ഒരു പെണ്ണിന്റെ ബറക്കത്താണ് എന്ത്? സുർഅതു തസ്വീജിഹാ വസുർഅതു റഹ്മിഹാ വയുസ്റു മഹരിഹാ. സുർഅതു തസ്വീജിഹാ, പെട്ടെന്ന് വിവാഹം ചെയ്തു പോവുക, ഒരു പെണ്ണിന്റെ ബറക്കത്താണ്. പെട്ടെന്ന് വിവാഹം ചെയ്തു പോവുക. പിന്നെ വസുർഅതു റഹ്മിഹാ, പെട്ടെന്ന് ഗർഭം ധരിക്കുക. അത് 5 കൊല്ലം കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതൊന്നല്ല ശറഈ രീതി. ഏറ്റവും കൂടുതൽ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കുറിച്ച് പിന്നെ പറയുന്നുമുണ്ട്. 3ാമത്തേത് യുസ്റു മഹരിഹാ, മഹർ വളരെ ലഘൂകരിച്ചു കൊടുക്കുക. ഇതൊരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അബ്റകുഹുന്ന, പെണ്ണുങ്ങളിൽ ഏറ്റവും ബറക്കത്തുള്ള പെണ്ണുങ്ങൾ. അഖല്ലുഹുന്ന മഹറ, പെണ്ണുങ്ങൾ ഏറ്റവും കുറഞ്ഞ മഹർ വാങ്ങുന്നവളാ എന്ന് ഖാല റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിന്? ഇസ്ലാം മഹറാക്കിയ പെണ്ണുണ്ടായിരുന്നു. അതും ഒരു പാഠമാണ്. ഇസ്ലാം മഹറാക്കിയ പെണ്ണ് ആരാണ്? ഇസ്ലാം മഹറാക്കിയ പെണ്ണെന്നറിയോ? ഉമ്മു സുലൈം. പറ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കാന മഹ്റുഹൽ ഇസ്ലാം. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹർ ഇസ്ലാമായിരുന്നു. ഇമാം ബുഖാരി അത് സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖതബ അബൂ ത്വൽഹ ഉമ്മു സുലൈം. അബൂ ത്വൽഹ വന്നിട്ട് വിവാഹം അന്വേഷിച്ചു. ഫഖാലത്, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചു ഉമ്മു സുലൈമിനെ. ഫഖാലത്, വിധവയായിരുന്നു. അഥവാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ആര്? ഉമ്മു സുലൈം. ഭർത്താവ് മരിച്ചിട്ട് 10 കൊല്ലമായിരുന്നു, വിധവയായി കഴിഞ്ഞു. അപ്പോഴാണ് അബൂ ത്വൽഹ വന്ന് കല്യാണം അന്വേഷിക്കുന്നത്. വളരെ പാവപ്പെട്ട പെണ്ണുമായിരുന്നു. അന്വേഷിച്ചപ്പോൾ അബൂ ത്വൽഹയോട് ബഹുമാനപ്പെട്ട മുസ്ലിം പറഞ്ഞു, അമ്മാ ഇന്നി ഫീക ലറാഗിബ, നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്കും താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ
നിങ്ങളെപ്പോലെ ഒരാളെയും തട്ടാൻ പാടില്ല എന്നാണ്. നിങ്ങൾ സത്യനിഷേധിയല്ലേ, നിങ്ങൾ ഇസ്ലാമിൽ താല്പര്യമില്ലാത്ത ഒരാളല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഭാര്യയാകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അതിനെനിക്ക് പല്ലായഹില്ലുലി അന തസവ്വജക, നിങ്ങളെ വിവാഹം ചെയ്യാൻ എനിക്ക് ഹലാലല്ല. ഫഖാല അബൂ ത്വൽഹ, അപ്പോൾ അബൂ ത്വൽഹ ചോദിച്ചു, തുരീബു ദഹബ അമിൻ ഫിൽ ഫില്ലാ, സ്വർണമാണോ വെള്ളിയാണോ നിനക്ക് മഹറായി വേണ്ടത്, എന്തും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അബൂ ത്വൽഹ ഉമ്മു സുലൈമിനോട് പറഞ്ഞു. ഖാലത്ത്, ഉമ്മു സുലൈം പറഞ്ഞു, ലാ ഉരീദു ദഹബ വൽ ഫില്ല, എനിക്ക് സ്വർണവും വേണ്ട വെള്ളിയും വേണ്ട. ഫഅൻത ഇംറുഉൻ തഅബുദു മാ ലാ യസ്മഉ വലാ യബ്സുറു, ശ്രദ്ധിക്കേ, കാണാത്തതും കേൾക്കാത്തതുമായ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് നല്ല തറവാട്ടുകാർ കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാകണം. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചതാണ്. അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവരെ പോലെ ആരുമില്ല. അള്ളാന്റെ ദീനിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ലോകത്ത് ഒരാളെ കൊണ്ട് ആളെങ്കിലും നിന്നെ കൊണ്ട് നന്നായാൽ അതാണ് നിനക്ക് ഈ ലോകത്തെ ഏറ്റവും ഉത്തമമായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചിന്തിക്കണം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പുതുവിശ്വാസികളായ ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം. അതിന് നല്ല ഉന്നതരായ കുടുംബങ്ങൾ തയ്യാറാകണം. അത് കാണിച്ചു ആര്? ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബക്കാരിയാണ് ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഉമ്മു സുലൈമിന്റെ സംഭവം പറയാം. ഉമ്മു സുലൈമിനോട് വന്നിട്ട് അബൂ ത്വൽഹ പറഞ്ഞു, എന്താ സ്വർണ്ണ വെള്ളിയാ എന്ത് വേണ്ടത്? മുസ്ലിം പറഞ്ഞു, ഒന്നും വേണ്ട, നീ മാലാ യസ്മഉ വലാ യബ്സുറു, കാണുകയും കേൾക്കുകയും ചെയ്യാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്ന ഒരാളാണ്. നിനക്കൊരു ഉപകാരവും ചെയ്യാത്ത വസ്തുക്കൾക്കാണ് നീ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല അബൂ ത്വൽഹ, അമാ തസ്തഹി, നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അൻ തഅബുദ ഖശബതൻ മിനൽ അർളി തജറുഹാ ലക ഹബ്ശിയും ബിൻ ഫുലാൻ. ഏതോ ഒരു ഗ്രാമീണനായ നീഗ്രോ ചെത്തിമിനുക്കി കൊണ്ടുവരുന്ന ഒരു കല്ലിനോ മരത്തിനോ ആരാധിക്കാൻ നിനക്ക് ലജ്ജയില്ലേ അബൂ ത്വൽഹ? അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, മുഹമ്മദ് നബിയെ പ്രവാചകനായും അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഭാര്യയാകാം എന്ന് പറഞ്ഞു ആര്? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ഇത് സമ്മതിച്ചു ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. വേറെ ഒരു മഹറും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പോയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി മുസ്ലിം ആകൂ എന്ന് പറഞ്ഞു ഉമ്മു സുലൈം അബൂ ത്വൽഹയോട്. ഹബീബായ നബിയെ അന്വേഷിച്ചുകൊണ്ട് അബൂ ത്വൽഹ വന്നു. കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു, ജാകും അബൂ ത്വൽഹ ഖുറത്തുൽ ഇസ്ലാമി ബൈന ഐനൈഹി. ഇതാ ഇസ്ലാം അന്വേഷിക്കാൻ വരുന്ന അബൂ ത്വൽഹ, അയാളുടെ രണ്ട് കണ്ണിന്റെ ഇടയിൽ ഇപ്പോൾ തന്നെ ഇസ്ലാമിന്റെ വെളിച്ചമായിരിക്കുന്നു. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തു. ആർക്ക്? അബൂ ത്വൽഹക്ക്. അതാണ് മഹർ. ആരെ മഹർ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ മഹർ ഉമ്മു സുലൈമിന്റെ മഹറാണ്. മഹറുൽ ഇസ്ലാം. ഉമ്മു സുലൈമിന്റെ മഹർ ഇസ്ലാമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പെണ്ണിന്റെ ബാധ്യതയിലേക്ക് വരാം. ശ്രദ്ധിക്കുക, പെണ്ണിന്റെ ബാധ്യതയിലേക്ക് വരാം. പെണ്ണിനോട് ഞാൻ സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം. എന്തിനാ കൂടുതലൊക്കെ പറയുന്നത്? സ്വർഗത്തിൽ കിടക്കണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ആണുങ്ങളെ, നിങ്ങൾക്കും എനിക്കൊക്കെ സ്വർഗത്തിൽ കിടക്കാൻ വലിയ പണിയാ. 4 കാര്യമുണ്ടെങ്കിൽ പെണ്ണിന് സ്വർഗത്തിൽ കിടക്കാം. 4. 5-മത്തെ ഒന്നിന്റെ വാജിബില്ല.